ഹലോ ഓൾ. അപ്പോൾ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് മെഗാസ്പോർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഓബ്യൂൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ആ ഒരു എംബ്രിയോസാക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതെല്ലാം കണ്ടു കഴിഞ്ഞു. പോളിനേഷൻ കണ്ടു കഴിഞ്ഞു, പോളിനേഷന്റെ ടൈപ്സ് കണ്ടു കഴിഞ്ഞു. ദെൻ അതിലെ എന്താ പറയുക, ഇൻബ്രീഡിങ്, ഔട്ട് ബ്രീഡിങ് അങ്ങനത്തെ ഫിനോമിനൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫെർട്ടിലൈസേഷൻ ആണ്. Okay, fertilization in angiosperms is named as double fertilization and triple fusion. അതെന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. Okay, pollen grains matures usually contains one vegetative cell and two generative cells that develop into male gametes. Okay, vegetative cell ഉണ്ട്, അതുപോലെ തന്നെ ഒരു generative cell ഉണ്ട്. ഈ ഒരു generative cellൽ നിന്നാണ്, and the second one that is generative cell, ആ generative cellൽ നിന്നാണ് രണ്ട് male gametes ഡെവലപ്പ് ചെയ്യുന്നത്. Okay. In some plants, pollen grains shed as two-cell condition. In this, generative cells divides into two male gametes as pollen tubes form. ചില പ്ലാന്റ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ, അതായത് ജനറേറ്റീവ് സെല്ല് വെജിറ്റേറ്റീവ് സെൽസ് ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷനിൽ തന്നെ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്ത് പോകും. അതായത് എന്താ പറയുക, നമ്മുടെ ആന്തർ ഡിഹൈസ് ചെയ്ത് പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്ന് നേരെ പോളൻ ട്യൂബ് ഫോം ചെയ്യും. ദെൻ ഈ ഒരു പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോളൻ ജെർമിനേഷൻ നടത്തും. ദെൻ പോളൻ ട്യൂബ് വഴി അത് ജേംബോറിൽ എത്തും. അതായത് പോളൻ ട്യൂബ് വഴി അത് എന്താ പറയാ, നമ്മുടെ പോളൻ ട്യൂബ് കംസ് ഔട്ട് ഓഫ് ദ ജേംപോർ. അതായത് ഈ ഒരു ജേംപോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ പോളൻ ഗ്രെയിൻ്റെ, അതായത് എക്സൈൻ്റെ ഔട്ടർ കവറിങ്ങിലുള്ള, അതായത് നമ്മുടെ പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ കവറിങ് ആയിട്ടുള്ള എക്സൈന് ഉള്ള ഒരു പോറാണ് ജേംപോർ. അപ്പൊ ഈ ജേംപോർ വഴിയാണ് പോളൻ ട്യൂബ് പുറത്തേക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു പോളൻ ട്യൂബ് ദെൻ സ്റ്റിഗ്മയിൽ വെച്ചിട്ടാണ് ജെർമിനേഷൻ നടത്തുന്നത്. അത് കഴിഞ്ഞ് സ്റ്റൈലി വഴി എംബ്രിയോ സാക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി ഓവ്യൂളിലേക്ക് പോളൻ ട്യൂബ് എൻട്രി ചെയ്യുന്ന മൂന്ന് രീതിയിലുണ്ട്. ഫസ്റ്റ് വൺ പോറോഗമി, അതായത് പോളൻ ട്യൂബ് മൈക്രോപൈലാർ റീജിയൻ വഴി എൻട്രി ചെയ്യുന്നതിനെ പോറോഗമി എന്നും, ദെൻ സെലാസോഗമി എന്ന് പറഞ്ഞാൽ സെലാസൽ എൻഡ് വഴി എന്താ പറയാ പോളൻ ട്യൂബ് എൻട്രി ചെയ്യുന്നതിനെ സെലാസോഗമി എന്നും, മീസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡഗ്മെന്റ് അല്ലെങ്കിൽ ഫൂണിക്കുളോ വഴി എൻട്രി ചെയ്യുന്നതിനെയാണ് മീസോഗമി എന്ന് പറയുന്നത്. പോളൻ ട്യൂബ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടിപ്പ് റപ്ചർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എംബ്രിയോ സാക്കിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴേക്കും രണ്ട് മെയിൽ ഗ്യാമേറ്റ്സിനെ റിലീസ് ചെയ്യും. അതിൽ തന്നെ ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തും. എന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവും. അനദർ മെയിൽ ഗ്യാമേറ്റ് നമ്മുടെ സെന്ററിലുള്ള ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്ത് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള എൻഡോസ്പേം ഫോം ചെയ്യും. And the fusion of two polar nuclei and male gamete is termed as triple fusion. അതായത് രണ്ട് പോളാർ ന്യൂക്ലിയയും അതിന്റെ കൂടെ ഒരു മെയിൽ ഗ്യാമേറ്റും കൂടെ ചേരുന്നതിനെയാണ് അവിടെ ശരിക്കും ട്രിപ്പിൾ ഫ്യൂഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. The two fusions are zygote formation and triple fusion is termed as double fertilization. ഈ ഇവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്, അതുപോലെ തന്നെ ട്രിപ്പിൾ ഫ്യൂഷനും ആണ്. Then പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ആണ്. It takes place after double fertilization. It includes endosperm development, embryo development, maturation of ovule into seed, and maturation of ovary into fruit. First one that is endosperm. Endosperm എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ട്രിപ്പിൾ ഫ്യൂഷന്റെ പ്രൊഡക്റ്റ് ആണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ഈ ഉണ്ടാവുന്ന എൻഡോസ്പേമിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഡിവിഷൻസ് നടക്കുന്നുണ്ട്. Mainly three types of endosperms ആണുള്ളത്. ന്യൂക്ലിയർ എൻഡോസ്പേം, അതാണ് നമ്മുടെ കോക്കനട്ട് വാട്ടർ ഒക്കെ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. In this endosperm, cell nucleus undergo free nuclear division. All these nuclei are pushed into periphery forming the central vacuole. അതായത് ഇവിടെ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിന്റെ ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യും. സെല്ല് ഡിവൈഡ് അല്ലെങ്കിൽ സെല്ലിന്റെ ആ ഒരു സെൽ മെമ്പറൈൻ ഡിവൈഡ് ചെയ്യാതെ, സെൽ വോൾ ഡിവൈഡ് ചെയ്യാതിരിക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറയുന്നത്. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ആണ് നമ്മുടെ ന്യൂക്ലിയർ എൻഡോസ്പേമിൽ. ദെൻ സെല്ലുലാർ എൻഡോസ്പേമിൽ
സെല്ലുലാർ ഡിവിഷനും അവിടെ നടക്കുന്നുണ്ട്. അതായത് സൈറ്റോകൈനസിസും അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഡിവിഷനും നടക്കുന്നുണ്ട്. ദെൻ ഹീലോബിൻ എൻഡോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസ്പേം സെല്ല് 2 അൺഈക്വൽ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു സെല്ല് സെല്ലുലാർ ഡിവിഷനും മറ്റേ സെല്ലിന് എന്താ പറയുക പ്രീ ന്യൂക്ലിയർ ഡിവിഷനും ആയിരിക്കും നടക്കുന്നത്. ഗ്രൗണ്ട് നട്ട്സ് കാസ്റ്ററിലൊക്കെയാണ് ഇങ്ങനത്തെ പീസ് അതുപോലെയുള്ളതിലൊക്കെയാണ് ഈ ഹീലോബിൻ എൻഡോസ്പേം കാണുന്നത്. In some seeds like groundnut, castor, endosperm versus mature seeds. Groundnutലൊക്കെ endosperm കാണാറുണ്ട് mature seedsൽ. Then embryo development എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ആണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഓക്കെ, സൈഗോട്ട് ഡിവൈഡ് ട്രാൻസ്വേഴ്സ്ലി എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തിട്ട് ഒരു അപ്പർ സസ്പെൻസർ സെൽ ഉണ്ടാവും മൈക്രോപൈലർ റീജിയൻ, അതുപോലെ തന്നെ ലോവർ എംബ്രിയോണൽ സെൽ ഉണ്ടാവും സെരാസൽ റീജിയനിൽ. സസ്പെൻസർ സെൽസിൽ ഒരു 7 to 10 cells കോൾഡ് സസ്പെൻസർ ഉണ്ടാവും. Then upper cells of suspensor enlarges and attaches to the embryo sac. Embryonal cells divides 8 cells. The lower 4 cells develop the plumule and the 2 cotyledon. Above 4 cells near the suspensor develop 2 hypocotyl and radicle. Okay, ഇതാണ് സസ്പെൻസർ സെല്ല്. റാഡിക്കിൾ അപ്പർ പോർഷൻ റാഡിക്കിൾ ആൻഡ് പ്ലൂമ്യൂൾ ആണ്. Fully developed embryo of dicotyledon has an embryonal axis that differentiated into plumule and radicle. Lower end of radicle root tip കാണും. root tip ആണ് അതിനെ കവർ ചെയ്തുകൊണ്ട് റൂട്ട് ക്യാപ്പ് ഉണ്ടാവും. എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ഫസ്റ്റ് സ്റ്റേജിൽ എംബ്രിയോ ഗ്ലോബുലാർ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് കേട്ടോ, ഗ്ലോബുലാർ സ്റ്റേറ്റിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് സൈഗോട്ടിന് 2 അൺഈക്വൽ ഡിവിഷൻ നടന്നിട്ട് ഒരു സസ്പെൻസർ സെല്ല് ഉണ്ടാവുന്നു. ദെൻ ഈ എംബ്രിയോ ഉണ്ടാവുന്നു. ദെൻ സസ്പെൻസർ വീണ്ടും ഇവിടെ ന്യൂക്ലിയർ ഡിവിഷൻസ് നടക്കുകയാണ്. മൈറ്റോട്ടിക് ഡിവിഷൻസ് ആണ് നടക്കുന്നത്. ഗ്ലോബുലാർ സ്റ്റേജ്, ദെൻ ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജിലൊക്കെ വന്നു. ദെൻ പ്ലൂമ്യൂള്, ദെൻ റാഡിക്കിൾ, മെരിസ്റ്റംസ് ഒക്കെ ഫോം ചെയ്തു. മോണോകോട്ടിലാണെങ്കിൽ സൈഗോട്ട് ഡിവൈഡ്സ് ട്രാൻസ്വേഴ്സ്ലി into upper suspensor cell and at micropylar region and lower embryonal cell present at thalassal region. The same as that of dicots. Embryonal cell divides into globular embryo and form the massive cotyledon and plumule. Plumule covers by coleoptile. Plumule cover ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒരു coleoptile എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ഒരു സിംഗിൾ കോട്ടിലിഡനെ മോണോകോട്ടിൽ കാണുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂട്ടെല്ലം. At the end of the embryonal axis, radicle develops. It is covered by sheath called a coleorhiza. ഇവിടെ റാഡിക്കിളിനെ കവർ ചെയ്തുകൊണ്ടുള്ള സ്ട്രക്ചർ ആണ് കോളിയോറൈസ. Then seed, that is the final product of sexual reproduction. It is the fertilized ovule. Seed ഒരു seed coat ഉണ്ട്, അതിന്റെ അകത്ത് കോട്ടിലിഡൻ ഉണ്ട്, ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. കോട്ടിലിഡൻസ് ആർ swollen due to the storage of preserved food. കോട്ടിലിഡൻസിന്റെ ഫംഗ്ഷൻ തന്നെ ഫുഡ് സ്റ്റോറേജ് ആണ്. Seeds are albuminous or non-albuminous. Albuminous seeds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ endosperm is not completely used up by the embryo. Embryo വഴി full ആയിട്ട് ഉപയോഗിക്കാത്തതാണ് albuminous seeds. Example wheat, maize, castor, sunflower ഒക്കെ. In some seeds like black pepper, the nucellus also present. The residual persistent nucellus is called a perisperm. Persistent ആയിട്ടുള്ള ഒരു nucellus black pepperലൊക്കെ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് perisperm എന്ന്. In non-albuminous seed, endosperm is completely used up by the embryo. Complete ആയിട്ട് യൂസ് ചെയ്യും non-albuminous seedsലൊക്കെ. അതിലാണ് എക്സാമ്പിൾ ആണ് പീ, ഗ്രൗണ്ട് നട്ട് ഒക്കെ. ഇനി the integument of ovules develop into seed coat. The micropyle remains as a pore in the seed coat. It facilitates the entry of oxygen and water into seed during germination. സീഡ് കോട്ടിൽ മൈക്രോപൈൽ റീജിയൻ അതുപോലെ തന്നെ ഉണ്ടാവും ഒരു പോർ ആയിട്ട്. അതുവഴിയാണ് ഓക്സിജനും വാട്ടറും ഒക്കെ എൻട്രി ചെയ്ത് ജെർമിനേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. സീഡ്സ് നോർമലി ഡ്രൈ ആവുന്നത് വാട്ടർ യൂസ് ചെയ്യുമ്പോഴാണ്. Then it is by losing of water the embryo enters the stage of inactivity called dormancy. Seed dormancyയിലേക്കൊക്കെ പോകും. എന്നിട്ട് then favorable condition വരുമ്പോഴായിരിക്കും അത് ജെർമിനേഷൻ ഉണ്ടാവുക. Then fruit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറിയാണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഓവറിയുടെ വോളാണ് ഫ്രൂട്ടിന്റെ വോളായിട്ട് മാറുന്നത്. ദാറ്റ് ഇസ് ദ പെരികാർപ്പ്. ദെൻ ഓവ്യൂൾ ആണ് സീഡ് ആയിട്ട് മാറുന്നത്. ഇൻ ആപ്പിൾ, സ്ട്രോബെറി, ദ തലാമസ് ഡെവലപ്സ് ഇൻടു ഫ്രൂട്ട് വാൾ. തലാമസ് ആണ് ഫ്രൂട്ട് വാൾ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഫോൾ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ,
സാധാരണ രീതി ഓവറിയുടെ വോളാണ് ഫ്രൂട്ട് വോൾ ആയിട്ട് മാറുന്നത്. ആപ്പിളിലും സ്ട്രോബെറിയിലും ഒക്കെ തലാമസ് ആണ് ഫ്രൂട്ട് വോൾ ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫാസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഉണ്ട്, അതായത് അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവറി ഇതിൽ നിന്നും ഫ്രൂട്ട് ഉണ്ടാകുന്നതിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ദേ ആർ ആക്ച്വലി സീഡ്ലെസ് ഫ്രൂട്ട്സ്. then apomixis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓവ്യൂൾ ഡെവലപ്പ് അല്ലെങ്കിൽ സീഡ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. fruits developed from unfertilized ovule are called apomictic fruits. The progeny of hybrids segregates their characters and not maintains hybrid character generation after generation. Hence the farmers should buy the hybrid seeds every year. It makes expensive. അതായത് ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ ഹൈബ്രിഡ് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്ലാന്റ് അപ്പോമിക്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് എടുത്തു, അതിന്റെ സീഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സീഡ് മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്ത് ഈ ഒരു ക്യാരക്ടർ അതേപടിയുള്ള ഒരു എന്താ പറയാ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്പോമിറ്റിക് ആയിട്ട് ഒരു ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എങ്കിൽ അപ്പൊ ആ ഒരു റെസിസ്റ്റന്റ് ആ ഒരു ജനറേഷനിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് നെക്സ്റ്റ് ജനറേഷന് അതിന് ആ ഒരു ഹൈബ്രിഡ് ക്യാരക്ടർ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ടൈമിലും ഈ ഒരു ക്യാരക്ടർ ഉള്ള ഒരു പ്ലാന്റ് നടണമെങ്കിൽ തീർച്ചയായും വീണ്ടും അവിടെ തന്നെ പോയി വീണ്ടും ഈ അപ്പോമിറ്റിക് ആയിട്ടുള്ള സീഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിൽ നിന്നുള്ള സീഡ്സ് നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. Apomixis is done in hybrid plants to avoid the segregation of characters. Hybrid plants ലൊക്കെ നടത്താറുണ്ട് കാരണം segregation of characters അവോയ്ഡ് ചെയ്യാനായിട്ട്. The farmers can hybrid seeds to raise new crop here. Then polyembryony, it is the presence of more than one embryo in seeds is called a poly. സാധാരണ ഒരു സീഡിനുള്ളിൽ ഒരു എംബ്രിയോ കാണുള്ളൂ. പോളിഎംബ്രിയോണി എന്ന് പറഞ്ഞാൽ more than one embryo. എക്സാമ്പിൾ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെയാണ്. ഇതുണ്ട്, ഇവിടെ ഒരു എംബ്രിയോ ഉണ്ട്, ഇവിടെ ഒരു എംബ്രിയോ ഉണ്ട്. ഇതാണ് പോളി എംബ്രിയോ എന്ന് പറയുന്നത്. സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ അത് കാണാനായിട്ട് പറ്റും. Then significance of fruit and seed formation. എന്താണ് സിഗ്നിഫിക്കൻസ്? Significance of fruit and seed formation. The distribution and dominance of angiosperms on earth is due to seeds. അല്ലെ, ഇത്ര മാത്രം ഡോമിനന്റ് ആയിട്ട് ആൻജിയോസ്പെംസ് നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്സ് വഴിയാണ്. കാരണം സീഡ്സ് വഴി എപ്പോഴും എന്താ പറയാ ട്രാൻസ്ഫർ നടത്താൻ പറ്റുന്നുണ്ട്. Then success of seeds are propagule is done due to the following characters. അതിന് ഡോർമൻസി ഉണ്ട്. അതിന്റെ ക്യാരക്ടേഴ്സ് ആണ് സീഡ്സിന്റെ ക്യാരക്ടേഴ്സ്. ഡോർമൻസി അതായത് എന്താ പറയാ ജെർമിനേഷനെ പ്രിവെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ട്. ഇങ്ങനെ ഒരു ഡോർമൻസി പീരീഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഒരിടത്തുനിന്നും കളക്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് എത്തിക്കാനായിട്ട് പറ്റും. ദെൻ വയബിലിറ്റി ഉണ്ട്. വയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യും എന്താ പറയാ കൺസിഡറബിൾ ഡോർമൻസി പീരീഡ് കഴിയുമ്പോൾ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ ഫേവറബിൾ കണ്ടീഷൻ വരുന്നതിന് മുമ്പ് തന്നെ ജെർമിനേഷൻ നടത്താനായിട്ട് പറ്റും. ദെൻ റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ് സീഡ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രൊട്ടക്റ്റീവ് കോട്ട്, സീഡിനൊരു പ്രൊട്ടക്റ്റീവ് കോട്ട് ഉണ്ട്, സീഡ് കോട്ട്, ടെസ്റ്റ എന്ന് പറയും, ടെസ്റ്റ ടെക്മെൻ എന്ന് പറയും. ദെൻ ഡിസ്പേഴ്സൽ, നമുക്ക് സീഡ്സ് ഒക്കെ വേരിയസ് സ്ട്രക്ചേഴ്സ് ലൈക്ക് വിങ്സും പാർട്ടസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തേക്കൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എഡിബിൾ ഫ്രൂട്ട്സ് ഉണ്ട്. അതാണ് മെയിൻലി പറയുന്നത്. നമ്മുടെ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഒക്കെ എഡിബിൾ ആയിട്ടുള്ള ഹൈലി എന്താ പറയുക സിഗ്നിഫിക്കൻറ്റ് റോളുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഇത്രയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വരുന്നത്. അപ്പോൾ താങ്ക് യു.